അറ്റോർണി ജനറൽ ഈ ചർച്ചകൾ നടക്കുന്നു എന്നുള്ളൊരു കാര്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു 3 ആഴ്ചത്തെ കേസ് നീട്ടിവെക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് രാവിലെ മെൻഷൻ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആവശ്യത്തെ ഞങ്ങൾ എതിർത്തതൊന്നുമില്ല. അതേസമയം ഞങ്ങൾ ഞങ്ങളുടേതായിട്ടൊരു ആവശ്യമാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഇന്ന് കോടതി മുമ്പാകെ വെച്ചത്. അത് ചർച്ചകൾക്കായി ഇപ്പോൾ ചർച്ചകൾ ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെയും നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സമാന്തരമായി നടക്കുന്നുണ്ട്. സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നടക്കുന്നത് ഈ കുടുംബവുമായിട്ടുള്ള മധ്യസ്ഥ ചർച്ചകളാണ്. അവർക്ക് ആദ്യം നമ്മൾ ഈ പറയുന്ന മാപ്പ് അപേക്ഷ നൽകി അതിനുശേഷമാണ് ദയാദന ചർച്ചകൾ തുടങ്ങേണ്ടത്. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സ്വാഭാവികമായും ഒരു സംഘത്തെ അയക്കണം. ഞങ്ങൾക്ക് യാത്രാനുമതിയെ സംബന്ധിച്ച് നിലവിൽ യമനിലേക്ക് യാത്രാനുമതിക്ക് നിഷേധം ഉള്ളതുകൊണ്ട് അത് കേന്ദ്ര സർക്കാരാണ് തരേണ്ടത്. അക്കാര്യത്തെ സംബന്ധിച്ച് കോടതിയുടെ ഒരു നിർദ്ദേശം ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. വാക്കാലാണ് ആവശ്യപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷകളൊന്നും നൽകിയിട്ടില്ല. ഇന്ന് രാവിലെ കോടതിയിൽ കാര്യം ആവശ്യപ്പെടുന്ന സമയത്ത് ഇക്കാര്യം അനുഭാവപൂർണ്ണം പരിഗണിക്കണമെന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ കേന്ദ്ര സർക്കാർ മുമ്പാകെ യമനിലേക്ക് യാത്രാനുമതിക്കായി ഒരു അപേക്ഷ നൽകാവുന്നതാണെന്നും ആ അപേക്ഷ നൽകിയാൽ അക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാരിനെ നിർദ്ദേശിച്ചുകൊണ്ടാണ് ഇന്നത്തെ സുപ്രീം കോടതി നടപടിക്രമങ്ങൾ അവസാനിച്ചിട്ടുള്ളത്.